ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിയോപൊളിറ്റൻ കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 3 ഫ്ലേവറിലുള്ള ഒരു കേക്കാണിത്. ഒരുമിച്ച് ബാറ്റർ മിക്സ് ചെയ്താണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാനും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1.5 കപ്പ് മാവാണ് എടുത്തത്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണും കുറച്ചുകൂടെ, 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ള 1/4 ടീസ്പൂണും കുറച്ചുകൂടെ അളവിൽ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് 3 പ്രാവശ്യം നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മാവ് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുക്കണം. 1 കിലോ കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മാവ് ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം അരിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 6 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. മുഴുവൻ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നാലേ കേക്ക് നല്ല പോലെ പൊങ്ങി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/3 കപ്പിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ മാറ്റി വയ്ക്കാം. അതിനുശേഷം മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് 3-4 ബാച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു പ്രാവശ്യം ഇട്ട മാവ് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം മാത്രമേ അടുത്ത പ്രാവശ്യം മാവിട്ട് കൊടുക്കാവൂ. ഒട്ടും കട്ടയില്ലാതെ ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് മുഴുവനും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് അളവിൽ പാലാണ് ചേർക്കുന്നത്. ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് ഞാൻ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാവിനെ 3ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് കൊണ്ടാണ് ഒരേ അളവിൽ മാവ് കിട്ടാനായിട്ട് കപ്പ് കൊണ്ട് ഇതുപോലെ 2 പാത്രത്തിൽ കോരി ഒഴിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ആ പാത്രത്തിൽ തന്നെ വെക്കുകയാണ്. ഇനി ഒരു പാത്രത്തിലുള്ള മാവിലേക്ക് സ്ട്രോബെറിയുടെ എസൻസ് ആണ് ഒഴിക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും 2 പാത്രം എടുത്തിട്ടുണ്ട്. 7 ഇഞ്ചിൻ്റെ ഒരു പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഒരു 7 ഇഞ്ചിൻ്റെ പാത്രവും ഒരു 8 ഇഞ്ചിൻ്റെ പാത്രവും ഉള്ളത്. അതുകൊണ്ട് 2 പാത്രം എടുത്തതാണ്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാവ് ഒഴിക്കാം. ഇത് 8 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ്. അതിലേക്ക് വാനില കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ 2 പാത്രം നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം പ്രീഹീറ്റ് ചെയ്ത് OTGയിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. അതിലേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. അതിനുശേഷം 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 25 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 20 മിനിറ്റ് ആയപ്പോൾ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 കേക്കും നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്.
അത്യാവശ്യം നല്ല ഹൈറ്റുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവിലേക്ക് കുറച്ച് സമയം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പിസ്തയുടെ എസൻസാണ് ഞാൻ ഒഴിക്കുന്നത്. പിസ്തയുടെ എസൻസിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ കേക്ക് ചോക്ലേറ്റ് കേക്കായിട്ട് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെയാണ് കൂടുതലും ഈ നിയോപ്പൊളിറ്റൻ കേക്ക് ചെയ്യുന്നത്. ഞാൻ ഈ പിസ്തയുടെ എസൻസ് ചേർക്കുന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ചോക്ലേറ്റ് കേക്ക് വേണമെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ പിസ്തയുടെ കേക്ക് ചെയ്യാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം 7 ഇഞ്ചിൻ്റെ പാത്രത്തിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത ശേഷം ഇതും ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 3 കേക്കും നന്നായിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. ഇനി നമ്മുടെ വാനില കേക്കിൽ കുറച്ചൊരു 8 ഇഞ്ചിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് ഒരുപോലെ ലെവലാക്കി എടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫിയോണയുടെ ക്രീമാണ് എടുത്തത്. അത് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റിൽ 3/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാൻ ഒഴിച്ചത്. വിപ്പിംഗ് ക്രീം ഒഴിച്ചാലും മതി. വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഗണാഷ് ഉണ്ടാക്കിയെടുത്തതാണ്. ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഗണാഷ് ആക്കിയെടുത്തതാണ്. വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം. ക്രീമിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും ഈ ഗണാഷ് ഒഴിക്കുമ്പോൾ. ഇനി ഒരു പാത്രത്തിനുള്ളിലേക്ക് കുറച്ച് പിസ്തയുടെ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പിസ്തയുടെ എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്തതിൽ സ്ട്രോബെറി എസൻസ് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യും. ഇനി കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കേക്ക് ബോർഡിലേക്ക് കുറച്ച് പിസ്തയുടെ ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. ഏറ്റവും താഴെ പിസ്തയുടെ കേക്കാണ് വയ്ക്കുന്നത്. ഇനി പിസ്ത കേക്ക് വയ്ക്കാം. ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചോക്ലേറ്റ് താഴെ വയ്ക്കണം. അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഞാൻ 1.5 കപ്പ് വെള്ളത്തിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെടുത്ത് തണുപ്പിച്ചെടുത്തതാണ്. നല്ല പോലെ തന്നെ നനച്ചെടുക്കണം. അതിലേക്ക് പിസ്ത എസൻസ് ഒഴിച്ച് ക്രീം വയ്ക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് സ്ട്രോബെറി കേക്ക് വയ്ക്കാം. നല്ല പോലെ തന്നെ നനച്ചെടുക്കാം. അതിന് മുകളിലായിട്ട് സ്ട്രോബെറി എസൻസ് ഒഴിച്ച ക്രീം വയ്ക്കാം. നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഏറ്റവും മുകളിലായിട്ട് വാനില കേക്ക് വെച്ചിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം. ഇനി വാനില ക്രീം വെച്ചിട്ട് കുറച്ച് വെച്ചാൽ മതി. ക്രീം മുകൾ ഭാഗത്ത് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കേക്കിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലും ക്രീം വെച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ഓരോ ക്രീമും എടുത്ത് താഴെ പിസ്തയുടെ ക്രീം, രണ്ടാമത് സ്ട്രോബെറി ക്രീം, അതിന് മുകളിലായിട്ട് വാനില ക്രീം അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച ശേഷം സ്ക്രാപ്പർ വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി. നല്ല ഭംഗിയായിട്ട് തന്നെ ഇതുപോലെ കിട്ടും. ഇനി മുകൾ ഭാഗവും ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം.
ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ഗണാഷ് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കട്ടി വേണം. ഇനി ഒരു സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ഞാൻ കാണിക്കുന്നത്. ആ ഗണാഷിലേക്ക് ഞാൻ ആദ്യം ഒഴിക്കുന്നത് പിങ്ക് കളറാണ്. മാജിക് കളേഴ്സിൻ്റെ റേഡിയൻറ്റ് പിങ്കാണ്. അതിൻ്റെ ഒരു 3 ഡ്രോപ്സ് ഇതുപോലെ മൂന്ന് സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്രീൻ കളർ, അതും മാജിക് കളേഴ്സിൻ്റെ ഗ്രീൻ കളറാണ്. അതുപോലെ 2-3 ഡ്രോപ്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അവിടെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കേക്കിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. കേക്ക് നന്നായിട്ട് തണുത്തിരിക്കുകയാണ്. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച കേക്കാണ്. എന്നിട്ട് ഇതുപോലെ വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. സൈഡിൽ ഇതുപോലെ ഡിപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഒഴിക്കുന്നത്. എന്നിട്ട് വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. സിമ്പിളായിട്ടൊരു ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. ഇതെൻ്റെ മോൻ്റെ ബർത്ത്ഡേ കേക്കാണ്. അവന് സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻ മതി, പേരൊന്നും എഴുതണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഞാൻ ഈ കേക്കിൽ കൊടുത്തത്. ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നിയോപൊളിറ്റൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാനും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കാണിത്. എല്ലാവരും ഈ കേക്കൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.